വിജയുടെ ടി.വി.കെ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പുറകില് വലിയ ശക്തികളുണ്ട് എന്നും വിജയെ മുന്നിൽ നിർത്തി തമിഴ്നാട് പിടിക്കുന്നത് ആ ശക്തികളാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചാരണങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ്രാവിഡ പാർട്ടികളുടെ കയ്യിലായിരുന്നു. DMK അല്ലെങ്കിൽ AIADMK എന്നതിന് അറുതി വരുത്തിക്കൊണ്ട് വിജയ് അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ദ്രാവിഡ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ചിന്തിക്കാതിരുന്ന തമിഴന്മാർ മാറി ചിന്തിച്ചു എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണെങ്കിലും മറ്റു ചില റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ചെകുത്താന്റെ കയ്യിൽ നിന്ന് നേരെ പോയി വീണത് നടുക്കടലിലാണ്, മഹാസമുദ്രത്തിന്റെ ഭാഗത്താണ് എന്ന് സംശയം തോന്നിപ്പോവുകയാണ്. വിജയുടെ പൊളിറ്റിക്കൽ കരിയർ, അദ്ദേഹത്തിന്റെ ജേണി നമ്മൾ വിശദമായ ചരിത്രം പരിശോധിച്ചാൽ അത് 10-16 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ അതിന്റെ പുറകിൽ ദുരൂഹ ശക്തികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആരോപണം മാത്രമാണ്. വിത്തൗട്ട് എവിഡൻസ് നമുക്കിതൊന്നും ശരിയാണെന്നൊന്നും പറയാനും പറ്റില്ല. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും തൽക്കാലത്തേക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ DMK AIADMKക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇവർ രണ്ടു കൂട്ടരും കൂടെ ചേർന്നിട്ട് ഒരു അധികാരം പിടിക്കാനുള്ള നീക്കം നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് DMKയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചത്. അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും തൽക്കാലം DMK പ്രവർത്തകർ വളരെ രൂക്ഷമായിട്ടാണ് കോൺഗ്രസിനെതിരെ പ്രതികരിക്കുന്നത്. സ്റ്റാലിനും കനിമൊഴിയും ഒക്കെ ഒട്ടും തൃപ്തരല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സോ ഇത്രയും കാലം കൂടെ നിന്നിട്ട് പെട്ടെന്ന് വിജയുടെ പുറകെ പോയി എന്ന തരത്തിൽ ഇനിയുള്ള ഈ ഒരു തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് തന്നെ ആയിരിക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ കോൺഗ്രസ് പോയത് എന്ന് നമുക്കറിയില്ല. കോൺഗ്രസ് പോയത് രാഷ്ട്രീയമായി നോക്കിയാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അവസരങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റും, നിലപാടുകൾ എടുക്കും, പുതിയ തീരുമാനങ്ങൾ എടുക്കും, അങ്ങനെ കാണാം. പക്ഷെ വിജയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് തമിഴ്നാടിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ്. കാരണം വിജയ് എന്നല്ല, ഇനിയിപ്പോൾ നാളെ രജനീകാന്ത് തമിഴ്നാട്ടിൽ ഒരു പാർട്ടി തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആളുകളെല്ലാം കൂടെ അത് കണ്ടിട്ട് രജനീകാന്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അപ്പോൾ അധികാരത്തിൽ വന്നാലും അതും തമിഴ് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റിയൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സാധാരണ സിനിമയിൽ വിജയുടെ നേരെ വെടിയുണ്ടകൾ വന്നാൽ വിജയ് ഇങ്ങനെ നഖം കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന ആളാണ്. ഇനി തുരുതുര ബോംബ് എറിഞ്ഞാൽ വിജയ് ചിലപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അതിനെ 6 അടിച്ച് പറത്തും. അങ്ങനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യും സിനിമയിൽ. എന്നാൽ റിയാലിറ്റി എന്താണ്? ഏതോ ഒരു ആരാധകൻ പൂവോ ബൊക്കയോ ഹാരമോ മാലയോ എന്തോ എടുത്ത് എറിഞ്ഞപ്പോൾ ബോംബാണെന്നും പറഞ്ഞ് ജീവനും കൊണ്ട് ഓടുന്ന വിജയെയും നമ്മൾ കണ്ടു. ഇതിൽ നിന്ന് തന്നെ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം കാണാം. ചില മലയാളി ആയിട്ടുള്ള ആൾക്കാർ വരെ തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി പോയി റൂം എടുത്ത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേ ചെയ്യുവാണ് അവിടെ പോയിട്ട്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ മലയാളികളും ഈ അവസ്ഥയിലേക്ക് എത്തിയോ എന്ന് തോന്നിപ്പോവുകയാണ്. അന്ധമായ ആരാധന ആരോടും ഒന്നിനോടും ആവശ്യമില്ല. അതിപ്പോൾ വിജയ് ആയാലും എന്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അന്ധമായ ആരാധനയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. മാത്രമല്ല ഒരാളുടെ സിനിമ വെച്ചിട്ടോ സിനിമയിലെ ഹീറോയിസം വെച്ചിട്ടോ അല്ല നമ്മൾ ആ വ്യക്തിയെ വിലയിരുത്തേണ്ടത്. വിജയിയെ ജനങ്ങൾ വിലയിരുത്തേണ്ടത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമാക്കാരൻ മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് യാതൊരു രാഷ്ട്രീയ അടിത്തറയും ഇല്ലാതെ അദ്ദേഹത്തിന് കിട്ടിയതാണ്. ഉദാഹരണത്തിന് അദ്ദേഹം എവിടെയും ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്കറിയില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ എടുത്തു എന്നത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം ബേസിക്കലി ഒരു സിനിമാക്കാരനാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ എടുക്കാം. ഇപ്പോൾ VD സതീശൻ എത്രയോ വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി പൊതുപ്രവർത്തനം നടത്തി ജനസേവനം നടത്തി വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിണറായി വിജയൻ അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഓരോ നേതാക്കൾ എടുക്കുക, അവരൊക്കെ വർഷങ്ങളോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയവരാണ്. പെട്ടെന്നൊരു ദിവസം മോളിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കിയ ആൾക്കാരല്ല. വിജയെ പോലുള്ള ആൾക്കാർ, അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് വന്ന ഒരാളാണ്, വളരെ ചെറിയ പ്രായത്തിൽ വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാമോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പം അദ്ദേഹം വളരെ കഴിവുള്ള ഒരാളാണ്. മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമെങ്കിൽ നല്ല കാര്യം. മറിച്ച് അദ്ദേഹം മറ്റാരുടെയെങ്കിലും ചട്ടുകമായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തമിഴ്നാടിനത് ഒട്ടും ഗുണം ചെയ്യില്ല. വളരെ പുരാതനമായ നമ്മുടെ ഒരു സംസ്കാരമാണ് തമിഴ് സംസ്കാരം. ഇത് പറയാനുള്ള അവകാശം നമ്മൾ മലയാളികൾക്കുണ്ട്. കാരണം നമ്മുടെ കൂടി ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് തമിഴ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് മലയാള ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും
നമ്മുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ പുറകിലേക്ക് അങ്ങ് ഒരുപാട് പോയാൽ ഒരു 1500-2000 വർഷം പുറകിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരവും തമിഴ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ പുരാതനമായ ഒരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമുള്ളൊരു നാടാണ്. ആ നാട് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും അധികം ബിസിനസ് സംരംഭങ്ങൾ വരുന്ന, ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ സത്യത്തിൽ ഒരു നാഷണൽ പാർട്ടി അധികാരത്തിൽ വരേണ്ടതായിരുന്നു ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞാൽ ഈവൻ കോൺഗ്രസ് ഒറ്റയ്ക്ക് അവിടെ അധികാരത്തിൽ വന്നാൽ പോലും പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. കാര്യം എത്രയൊക്കെ നമ്മൾ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസ് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയിൽ അനർഹരായിട്ടുള്ള ചില ആളുകൾ അതിൻ്റെ നിയന്ത്രണ സ്ഥാനത്തേക്ക് വന്നതോടെയാണ് ആ പാർട്ടിക്കൊരു ഒരു പരാജയം സംഭവിച്ചു തുടങ്ങിയത്. അപ്രതീക്ഷിതമായിട്ട് ആ പാർട്ടിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു കയറിയ ചിലർ അതിൻ്റെ ഏറ്റവും ഉയർന്ന നേതൃത്വത്തിലേക്ക് അനർഹമായിട്ട് അവിടേക്ക് എത്തിയവർ കാരണമാണ് ആ പാർട്ടി ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. മറിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അതിനു മുന്നേ ഈവൻ ജവഹർലാൽ നെഹ്റു തൊട്ട് പല ആക്ഷേപങ്ങളും പലർക്കും പറയാനുണ്ടെങ്കിലും നെഹ്റു ആയിക്കോട്ടെ, അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ഓരോരുത്തരും നമ്മൾ എടുത്തു നോക്കിയാൽ ഈവൻ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ കാലത്ത് നമ്മുടെ രാജ്യത്തിനോട് വളരെ കൂറും ആത്മാർത്ഥതയും ഉണ്ടായിരുന്ന ഒരു നേതൃത്വം തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ തീർത്തും അങ്ങനെയൊന്നും ഇല്ല എന്നല്ല, പക്ഷേ പല ആളുകളുടെയും തീരുമാനങ്ങൾ രാജ്യത്തിന് അത്ര ഗുണകരമായിട്ട് തോന്നാറില്ല പലപ്പോഴും. മാത്രമല്ല ആ ഒരു ദേശീയ ബോധം എവിടെയൊക്കെയോ കോൺഗ്രസ് നഷ്ടപ്പെടുത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി തമിഴ്നാട്ടിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിന്നെയും നമുക്ക് ആശ്വസിക്കാം. പക്ഷേ വീണ്ടും ഇടത് കാലിലെ മന്ത് മാറിയിട്ട് വലത് കാലിൽ വന്നു എന്നൊരവസ്ഥയാണ് തമിഴ്നാട്ടിൽ. അതായത് പ്രാദേശിക പാർട്ടികൾ ഒരു വശത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കട്ടെ, ഇല്ലാതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈവൻ വെസ്റ്റ് ബംഗാളിൽ പോലും അവിടെ പ്രാദേശിക പാർട്ടി ഇല്ലാതായി. അതുപോലെ തന്നെ രാജ്യത്തെ പലയിടങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ 2 പ്രാദേശിക പാർട്ടികൾക്ക് പുറമെ മറ്റൊരു പ്രാദേശിക പാർട്ടി കൂടി എത്തുന്നു എന്നുള്ളതാണ് വിജയുടെ വരവിലുള്ള ഒരു കുഴപ്പം. പക്ഷേ തൽക്കാലം അതിനകത്തൊരു പോസിറ്റീവ് സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMKയ്ക്കും AIADMKയ്ക്കും മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് കരുതിയിരുന്ന തമിഴ് ജനത മറ്റൊരു പാർട്ടിക്ക് കൊടുക്കാൻ മടിയില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയോടും അല്ലെങ്കിൽ കോൺഗ്രസിനോടുമുള്ള അവരുടെ അയിത്തം ചിലപ്പോൾ ഭാവിയിൽ മാറിയേക്കാം. ദേശീയ പാർട്ടികൾക്ക് നിലയുറപ്പിക്കാൻ ഒരു അവസരമായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ വിജയിയുടെ പുറകിൽ മറ്റ് ശക്തികളുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്, അത് സത്യമാണെങ്കിൽ. ഇനി കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ DMK കോൺഗ്രസ് അടിച്ചു പിരിഞ്ഞത് ശരിക്കും അടിച്ചു പിരിഞ്ഞതാണെങ്കിൽ അത് INDA മുന്നണിയുടെ ഒരു വലിയ തിരിച്ചടിയാണ് ആ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ, കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് DMKയും കോൺഗ്രസും തമ്മിലുള്ള ഈ അടിച്ചുപിരിയില്ലെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് വലിയ നഷ്ടമൊന്നും വരത്തില്ല, തൽക്കാലം ഗുണമേ ഉണ്ടാക്കൂ. മറിച്ച് ശരിക്കും ഈ പിരിഞ്ഞത് ശരിക്കുള്ള പിരിയലാണെങ്കിൽ അത് കോൺഗ്രസിന്, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ DMK അത്യാവശ്യം MP-മാരൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്, വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇതിനിടയിൽ AIADMKയും DMKയും കൂടെ ചേർന്നിട്ട് അധികാരത്തിൽ വരികയാണെങ്കിലും അത് ദേശീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ BJPക്ക് ഉൾപ്പെടെ വളരെ അവസരം ഒരുക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.